എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ജോണറാണ് സോംബി അപ്പോക്ലിപ്സ്. സോ ആ ഒരു കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള മൂവീസാണ് 28 Days Later ആൻഡ് 28 Weeks Later. ആൻഡ് ആ ഒരു മൂവി ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പുതിയ മൂവിയാണ് 28 Years Later. ഒരു കിഡിലം മൂവിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് വേറൊരു കാര്യം, ഈ ഒരു മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന സോംബീസ് എന്ന് പറയുന്ന അവർ ഭയങ്കര സ്ലോ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഒരു സോംബിയിലാവാനുള്ള ട്രാൻസ്ഫോർമേഷൻ ഒരുപാട് ടൈമൊക്കെ എടുത്ത്, അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്യാൻ തന്നെ ഒരുപാട് ടെക്നിക്കൊക്കെ വേണം. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഇത്രയും കാലമായിട്ട് സോംബീസിനെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മൂവി ഫ്രാഞ്ചൈസിൽ അവർ സോംബീസിനെ പ്രസന്റ് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര റേജ് ആയിട്ടുള്ള, ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള, ഭയങ്കര വയലൻസ് ആയിട്ടുള്ള, ഭയങ്കര സ്പീഡും ഭയങ്കര പവർ ആയിട്ടുള്ള ഒരു സോംബി ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേജ് വൈറസ് അഫക്റ്റ് ആയാൽ പോലും ഒരു പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് ഒരു സോംബിയായിട്ട് ട്രാൻസ്ഫോം ആയി പെട്ടെന്ന് തന്നെ ഒരു അറ്റാക്ക് തുടങ്ങും. അല്ലാതെ ഒരുപാട് ടൈം എടുക്കത്തില്ല ഒരു സോംബിയായിട്ട് മാറാനായിട്ട്. അതിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരുപാട് സോംബി മൂവീസ് എന്ന് പറയുമ്പോൾ സോംബീസ് എല്ലാം സെയിം ആണ്. സോംബീസ് ഫ്രണ്ടി വരും, ഗണ്ണെടുക്കുക, ഹെഡ് ഷോട്ട് ചെയ്യുക, സോംബി മരിക്കും, പോകും. അങ്ങനെയാണ്. അത് ഏത് സോംബി ആയാലും ഇപ്പോൾ വാക്കിംഗ് ഡെഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സോംബീസ് വന്നാലും ആൾക്കാർ നിന്ന് സമാധാനത്തോടെ ഗണ്ണും നൈഫൊക്കെ എടുത്താണ് പോയി കൊല്ലുന്നത്. അവർക്ക് സ്പീഡ് കാണത്തില്ല, അവർ ഭയങ്കര ഹൈപ്പർ ആയിരിക്കത്തില്ല, ഭയങ്കര ബ്രൂട്ടൽ ആയിരിക്കില്ല. അവർ വരും, കടിക്കും, ഇല്ലാന്നല്ല, പക്ഷെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് ആ സോംബീസിനൊക്കെ അവർ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിൽ മനുഷ്യരെക്കാളും ഭയങ്കര സ്പീഡായിട്ടുള്ള, ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു കാറ്റഗറി വരുന്ന സോംബീസിന് ആൽഫ എന്ന് പറയും. ആൻഡ് അല്ലാതെ നോർമൽ ആയിട്ടുള്ള സോംബീസ് ഉണ്ട്, ഗ്രൗണ്ടഡ് സോംബീസ് ഉണ്ട്. അങ്ങനത്തെ പല രീതിയിലുള്ള പല കാറ്റഗറീസിലുള്ള സോംബീസ് ഉണ്ട്. എല്ലാവരും അഫക്റ്റഡ് ആണെങ്കിലും പല രീതിയിലാണ് ഈ ഒരു ഫ്രാഞ്ചൈസിൽ സോംബീസിനെ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവി കാണുന്നതിന് മുമ്പ് ഈ ഒരു ഫ്രാഞ്ചൈസിൽ തൊട്ട് മുമ്പുള്ള 28 Days Later 28 Weeks Later മൂവി കാണണമെന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല. ഇതൊരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. കാരണം ഇതൊരു വലിയ സിനിമയാണ്. ഒരു 3 part മൂവിയോ 2 part മൂവി എന്താണ് ഓൾറെഡി ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സിനിമയുടെ എൻഡിങ്ങും ഒരു അൺകംപ്ലീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇനി ഒരുപാട് കാര്യം നടക്കാനുണ്ട്, ഒരുപാട് ഇവന്റ്സ് വരാനുണ്ട്. ഈ ഒരു ക്യാരക്ടർ സിനിമയിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു പോയിന്റിലുകൊണ്ടാണ് സിനിമ നടത്തുന്നത്. ആൻഡ് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന അടുത്ത പാർട്ട് അടുത്ത വർഷമാണ്. ആൻഡ് അത് ഓക്കെ ആണെങ്കിൽ അതിന്റെ ഒരു ഫൈനൽ പാർട്ട് ഉണ്ട്, അത് 2027 സോ അങ്ങനത്തെ രീതിയിൽ ഒരു വലിയ പാർട്ടായിട്ട് ഓൾറെഡി ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു മൂവിനെ 3 പാർട്ടായിട്ട് ഇവർ കട്ട് ചെയ്ത് റിലീസ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇത് സ്റ്റാൻഡേർഡായിട്ട് കാണാൻ പറ്റിയ മൂവി തന്നെയാണ്. ഓൾറെഡി സോംബി മൂവീസും ആ ഒരു അപ്പോക്ലിപ്സും അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർവൈവൽ എങ്ങനെയാണ്, ആ രീതിക്ക് തന്നെയാണ് ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് കാണണമെന്നില്ല. ഈ ഒരു സിനിമ കണ്ടു തുടങ്ങിയാലും നല്ല രീതിക്ക് തന്നെ സ്റ്റോറീസും ഇവന്റ്സ് ഒക്കെ ബ്ലെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇത് ഓൾറെഡി ഈ ഒരു വൈറസ് യൂറോപ്പ് അല്ലെങ്കിൽ ലണ്ടൻ അവിടേക്ക് ഇങ്ങനെ ഓൾറെഡി സ്പ്രെഡ് ആയി സർവൈവേഴ്സ് എല്ലാവരും കൂടി ഒരു ഐലൻഡിൽ താമസിക്കുകയാണ്. ആൻഡ് ഈ സോംബീസും അല്ലെങ്കിൽ അഫക്റ്റ് ആയ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്തിന്റെ മെയിൻ ലാൻഡ് എന്നും, ആൻഡ് ഈ ഒരു ഐലൻഡിലുള്ളവർക്ക് ഒരു മെയിൻ ലാൻഡ് ഒരു കണക്ഷൻ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ഒരു ബ്രിഡ്ജിൽ ലോറ്റഡ് ഹൈറ്റഡ്, അതായത് കടലിൽ മൂടുന്നത്, അങ്ങനെ കുറെ സിറ്റുവേഷൻസും അതിനെ അവർ ഓവർകം ചെയ്ത് അവിടെ പോകുന്നതിന് ഒരുപാട് പർപ്പസ് ഉണ്ട്, ചുമ്മാ പോകുന്നതല്ല. സോ അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് സിനിമ സംസാരിച്ച് പോകുന്നത്. ആ ഒരു വേൾഡ് ബിൽഡ് നൈസ് ആണ്. അതായത് ആ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട്, ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് നോക്കുവാണെങ്കിൽ 28 Days Later, അതായത് ആ ഒരു ഔട്ട് ബ്രേക്കിന് ശേഷം 28 ദിവസത്തിന് ശേഷമാണ്. ആൻഡ് പിന്നീട് വരുന്നത് 28 Weeks Later ആണ്. സോ ഇത്രയും ഗ്യാപ്പിലുള്ള സർവൈവലും അവിടുത്തെ സിറ്റുവേഷൻസ് ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിച്ച് പോകുന്നെങ്കിൽ, പക്ഷേ ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ 28 വർഷത്തിന് ശേഷം, അതായത് ഓൾറെഡി വേൾഡ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഓക്കെ ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് വന്നു, നമ്മൾ ഇത്ര കാലം ജീവിക്കുന്ന ജീവിതമാണ് ഇനി അവസാനം വരെ. സോ ഇതേ പാറ്റേൺ പിന്തുടർന്ന് പോവുക. സോ ആ സിറ്റുവേഷൻസും അല്ലെങ്കിൽ സർവൈവേഴ്സ് എങ്ങനെയാണ് ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നതൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഇതാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്കിലും ഈ ഒരു മൂവി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ ഡ്രാഗ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് ആണ്. ഈ ഒരു ഐലൻഡിൽ നിന്ന് ആ ഒരു മെയിൻ ലൈനിലോട്ട് ഹണ്ടിന് പോകുന്ന ഒരു ഫാദർ ആൻഡ് സൺ. സോംബീസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വരുന്നത്, പക്ഷേ ഇവർ രണ്ടുപേരും ഹണ്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകും. അതായത് ഈ ഒരു പയ്യന് ഒരു 12-13 വയസ്സായി കഴിഞ്ഞു. സോ അവൻ ആ ഒരു ഹണ്ടിങ് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ മെയിൻ ലാൻഡിൽ പോയി എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് ഭയങ്കര സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അവിടെ സോംബീസും അങ്ങനെ ഒന്നുമില്ല. ശരിക്കുമുള്ള ആ ഒരു ലോകം അല്ലെങ്കിൽ ആ ഒരു മെയിൻ ലൈനിലുള്ള സോംബീസ് അല്ലെങ്കിൽ അവർ വന്ന് എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഐലൻഡിന്റെ പുറത്തുള്ള ലോകം എന്താണ് മകന് കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഒരു അച്ഛൻ. ഇവരുടെ ജേണിയാണ് സിനിമ മെയിൻലി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. സോ പിന്നീട് അതിനുശേഷം അവർ തിരിച്ചു വരുന്നതും പിന്നീട് അവിടെ നടക്കുന്ന ഇവന്റ്സും അതിനെ കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതൊക്കെയാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ വേൾഡ് ബിൽഡ് ആയാലും അതിന്റെ എക്സിക്യൂഷൻ ആയാലും മേക്കിംഗ് ആയാലും എല്ലാം ഒരു ഡിഫറൻറ്റ് ഉണ്ട് കാണാനായിട്ട്. ആൻഡ് സ്ഥിരമായിട്ടൊരു സോംബി മൂവി, സോംബി ടെംപ്ലേറ്റ്, അതായത് നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ട ഒരു സോംബി ടെംപ്ലേറ്റ് ഉണ്ടല്ലോ. ഇപ്പം ട്രെയിൻ ടു ബൂസാൻ ആയാലും ശരി, വാക്കിംഗ് ഡെഡ് ആയാലും, അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവീസിലൊക്കെ സോംബീസ് വരുന്നത് പോലെ അല്ല, അങ്ങനെയല്ല ഈ ഒരു മൂവിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോംബീസ് എന്ന് പറഞ്ഞാൽ ഒരു സർവൈവലിന് അപ്പുറത്തേക്ക് ഈ ഒരു സിനിമയിൽ ശരിക്കും സോംബി എന്താണ്, എത്ര ബ്രൂട്ടലാണെന്നൊക്കെ അവർ കാണിച്ചു തന്ന കുറേ സീക്വൻസ് ഉണ്ട്. അതായത് ഒരു ഹൊറർ ഫീൽ കിട്ടുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സോംബി മൂവീസിൽ ആ ഒരു ഹൊറർ ഫീൽ ഇല്ല. മനുഷ്യർ സർവൈവ് ചെയ്യും, അതായത് സോംബീസും സർവൈവ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുക എന്നുള്ള കോൺസെപ്റ്റാണ്. പക്ഷേ ഇവിടെ ഒരു ഹൊറർ ഫീൽ, ആ ഒരു സർവൈവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുണ്ടെങ്കിലും ശരിക്കുള്ള റേജ് വൈറസ് അഫക്റ്റ് ആയിട്ടുള്ള സോംബീസ് എന്താണ്, അല്ലെങ്കിൽ ശരിക്കുള്ള സോംബീസ് അവരുടെ റേജും അവരുടെ ബ്രൂട്ടാലിറ്റിയും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ട്. പല സീക്വൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു മൂവിയിൽ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ട് തോന്നിയ മറ്റൊരു കാര്യമാണ് ഇതിന്റെ ഒരു മേക്കിംഗ് ടെക്നിക്ക്. ഒരു IMAX ക്യാമറയിലോ അല്ലെങ്കിൽ 8K റാപ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ഹൈ എൻഡ് ക്യാമറയിലൊന്നും അല്ല ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന, ഐഫോൺസിലാണ്. ഒരുപാട് ഐഫോൺസ് ഒക്കെ വെച്ച് ഒരു റിഗ് ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു ക്യാമറയിലൂടെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ലെൻസിൽ കൂടി നോക്കുമ്പോൾ ഉള്ള ഒരു ഡെപ്തും ഫീലും എങ്ങനെയാണ്, അതുപോലെയാണ് ഇവർ ഒരുപാട് ഐഫോൺസ് വെച്ച് ഈ ഒരു എൻ്റയർ സിനിമ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കിഡിലെ ഷോട്ട്സ് ഉണ്ട്, ഒരുപാട് വർക്കാവാത്ത ഷോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കാണുമ്പോൾ എന്താ ഇങ്ങനെ എന്ന് തോന്നിയ ഒരുപാട്
സീക്വൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സോംബി മൂവിയിൽ സോംബിനെ കൊല്ലുമ്പോൾ ഉള്ള ഒരു സീക്വൻസ് അല്ലെങ്കിൽ പ്രസന്റേഷൻ എങ്ങനെയായിരിക്കും, അതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് ഒരു സെയിം ടൈമിൽ ഒരുപാട് ക്യാമറാസ് വെച്ച് റൈറ്റ് ടു ലെഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്നൊരു പാനിങ്ങിൽ പെട്ടെന്ന് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് കാണിക്കുന്ന ടെക്നിക്കിലാണ് ഈ ഒരു എൻ്റയർ മൂവി ഒരു ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ചിലപ്പോൾ ആ ഒരു ടെക്നിക്ക് കാണുമ്പോൾ മിക്കവർക്കും ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. എനിക്കും ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നി. പിന്നീട് ആ സിനിമ കണ്ട് ബ്ലെൻഡായി അങ്ങോട്ട് പോകുമ്പോൾ ഓരോ കില്ലിങ്സ് വരുമ്പോഴും ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, ഒരു പുതിയൊരു ട്രൈ ആണ്, കുഴപ്പമില്ലാത്തൊരു ഫീല് കിട്ടും. പക്ഷെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ വർക്കാവാത്ത പോലെ ഇരിക്കും. കാരണം അത് ഹൈ എൻഡ് ക്യാമറയിലല്ല, ഒരേ ടൈം ഒരുപാട് ഐഫോൺസ് വെച്ച് ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ ഒരുപാട് കിടിലം ഫ്രെയിംസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരിക്കലും ഇത് ഒരു ഐഫോണിൽ ഷൂട്ട് ചെയ്തെന്ന് പറയത്തില്ല. അങ്ങനത്തെ ലെവലിലുള്ള ഒരുപാട് കിടിലം വൈറ്റ് ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. വൈറ്റ് ഫ്രെയിംസ് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ആ ഒരു ക്ലോസപ്പ് ഷോട്ടിനേക്കാൾ. ഇപ്പോൾ ക്ലോസപ്പ് ഷോട്ട് നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ബാക്കിൽ വെച്ച് ഒരു ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് പക്ക ഒരു മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ചില ഏരിയാസിൽ ലൈക്ക് സെയിം ടൈം രണ്ട് ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര രീതിയിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്നു, അല്ലെങ്കിൽ ഒബ്ജക്ട് ഭയങ്കര രീതിയിൽ ഫോക്കസ് ആവുന്നു. സോ അങ്ങനത്തെ ഒരുപാട് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റയർലി മേക്കിംഗ് വാസ് ലൈക്ക് അടിപൊളിയാണ്. ആൻഡ് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയായിരുന്നു. ആൻഡ് എസ്പെഷ്യലി എടുത്തു വേണമെങ്കിൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കിഡിലായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഒരു ഹൊറർ എലമെന്റ് ഒക്കെ വരുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു എലമെന്റ്സ് ഒക്കെ വരുന്നുള്ള സൗണ്ട് ഡിസൈനിങ് ഒക്കെ അടിപൊളിയായിരുന്നു. ഓവറോൾ സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി മൂവിയാണ്. ആ ഒരു ഫ്രാഞ്ചൈസിൽ തൊട്ടുമുള്ള മൂവീസ് എങ്ങനെയാണോ, എന്താണോ അതിന്റെ സ്റ്റൈൽ, അല്ലെങ്കിൽ സോംബീസിനെ എങ്ങനെയാണോ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റോറി എങ്ങനെയാണോ അവർ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്, അതേ രീതിയിലാണ് ഈ ഒരു സിനിമ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന സോംബി ടെംപ്ലേറ്റിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയും പ്രസന്റേഷൻ തന്നെയാണ്. സോ എന്തായാലും കണ്ടു നോക്കുക. എന്തായാലും ഉടനെ തന്നെ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഉണ്ടാകും, ഇഫ് ഐ ആം നോട്ട് റോങ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.